ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേക്കാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കണത്. ഇതൊരു ഓർഡർ കേക്കാണ് കേട്ടോ, എനിക്ക് ഓർഡർ കിട്ടിയതാണ്. അപ്പോൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് ആദ്യം റെഡിയാക്കി വെക്കുകയാണ് ചെയ്യാറ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പണികൾ നടക്കില്ല കേട്ടോ. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ബീറ്റ് ചെയ്ത് വന്ന സാധനമൊക്കെ അങ്ങനെ താഴ്ന്നു പോവും. അപ്പോൾ അതിനാദ്യം ആരും നിൽക്കരുത്. അപ്പോൾ ഉണ്ടാക്കാൻ അറിയാത്തവർ ഈ രീതിക്ക് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ആദ്യം ഇതിന് വേണ്ട സാധനങ്ങൾ റെഡിയാക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ 1 കിലോൻ്റെ കേക്കാണ് ഉണ്ടാക്കുന്നത്, വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ആ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് തേച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ബട്ടർ പേപ്പർ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുമ്പ് തന്നെ വെട്ടി വെച്ച ബട്ടർ പേപ്പറാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സൈഡിൽ എന്തിനാണ് ബട്ടർ പേപ്പർ വെക്കണതെന്ന് വെച്ചാൽ അത് കേക്ക് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ പറഞ്ഞുതരാം എന്തിനാണെന്ന്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കും കേട്ടോ. എന്നിട്ടാണ് ബാക്കി പണികൾ ഞാൻ ചെയ്യാറ്. അപ്പോൾ ആദ്യം കേക്ക് ഉണ്ടാക്കേണ്ട പാത്രം അവിടെ റെഡിയാക്കി വെച്ചു കേട്ടോ. ഇനി ചെയ്യുന്നത് ഇത് എന്തിലുണ്ടാക്കും എന്നാണല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു ഓവൻ സെറ്റപ്പിലാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കാറ്. ഗ്യാസ് സ്റ്റോപ്പിൽ തന്നെ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. ഇത് വലിയൊരു പാത്രമാണ്, ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു പാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കേക്ക് ഉണ്ടാക്കാനാണ് ഉപയോഗിക്കാറ്. ആ പാത്രം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തീയൊന്നും കത്തിച്ചിട്ടില്ല, അതവിടേക്ക് എടുത്ത് വെച്ചു. ഇനി വേണ്ടത് പഞ്ചസാര പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ നമുക്ക് ഇതിന് വേണ്ടത്. 1 കപ്പ് മൈദയും വേണം. അപ്പോൾ ആദ്യം പഞ്ചസാര 3/4 കപ്പ് പൊടിച്ച് മാറ്റി വെച്ചു. ആ 3/4 കപ്പ് പഞ്ചസാര പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കിട്ടും കേട്ടോ. ഇനി നമ്മൾ മൈദയാണ് ഇതുപോലെ 1 കപ്പിൽ എടുത്തിട്ടുണ്ട്. നിറച്ചെടുക്കരുത്, ഒന്നിങ്ങനെ വടിച്ചെടുക്കണം. എന്നിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ആദ്യം ചെയ്യുക, എന്നിട്ടാണ് അരിച്ചെടുക്കാറുള്ളൂ. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ അരിച്ചെടുക്കുക. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒരു പാത്രത്തേക്ക് അരിച്ചെടുക്കുക. ഒരു 3 തവണയെങ്കിലും ഇതുപോലെ അരിച്ചെടുക്കണം കേട്ടോ. ഞാൻ മിക്സ് ചെയ്തതിന് ശേഷമാണ് അരിച്ചെടുക്കാറ്. ഞാൻ 1-2 തവണയാണ് അരിച്ചെടുക്കാറുള്ളൂ. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കിട്ടണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ അതും ഞാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇനി പഞ്ചസാര ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റുന്നുണ്ട്. അത് ബീറ്റ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാറ്റണത്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ മാറ്റി വയ്ക്കണമെന്ന് മാത്രം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായത് 3 മുട്ടയാണ്. അപ്പോൾ ആ 3 മുട്ട എടുത്തിട്ടുണ്ട്. 4 മുട്ടയാണ് കേട്ടോ 1 കിലോ കേക്കിന് വേണ്ടിയിട്ട് എടുക്കാറ്. ഇത് വലിയ മുട്ട ആയതുകൊണ്ട് 3 മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് വെള്ളം ഒട്ടും ഇല്ലാത്തൊരു പാത്രത്തേക്കാണ് കേട്ടോ ഒഴിക്കുന്നത്. വെള്ളം ഒട്ടും പാടില്ല. മിക്സിയുടെ ജാറിലാണെങ്കിലും എടുക്കണ പാത്രത്തിലാണെങ്കിലും കയ്യിലാണെങ്കിലും ഒന്നിലും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. പഞ്ചസാര പൊടിക്കണ ഇതിലേക്ക് ജാറിലേക്ക് തന്നെ 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. കുറച്ച് വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ പഞ്ചസാര കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നല്ല രീതിക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചെടുക്കുക മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. ഇപ്പോൾ മിക്സിയുടെ ജാറിലാണെങ്കിലും അതുപോലെ ലാസ്റ്റ് കുറച്ച് 1/4 കപ്പ് എണ്ണ കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് അത് ഒട്ടും വെള്ളമില്ലാത്തൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് മാവ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വെതറിയിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടുണ്ടാക്കിയാലും ഇതേപോലെ തന്നെ കേക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ബീറ്റർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിച്ചിരിക്കേണ്ട. മിക്സിയുടെ ജാറിലും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നല്ല ക്രീമി സ്ട്രക്ചറിൽ ബാറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിന് മുമ്പായിട്ട് ഞാൻ
പോയിട്ട് ഗ്യാസ് അടുപ്പ് ഒന്ന് കത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് ഹീറ്റാവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കത്തിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്താണ് ഞാനിത് കത്തിച്ച് വെക്കാറ്. ഇനി അതവിടെ കിടന്ന് ചൂടാവട്ടെ, അപ്പോഴേക്കും നമുക്ക് ബാക്കി പണികൾ നോക്കാം. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ. എല്ലാവരുടെയും ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കൈയിട്ട് ഇളക്കരുത്, കുത്തി ഇളക്കരുത് കേട്ടോ. എന്നിട്ട് അതുപോലെ വെതറി കൊടുക്കുകയാണ് ചെയ്യണത്. മൈദ നമ്മൾ അരിച്ച് മാറ്റി വെച്ച മൈദ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് വെതറിയിട്ട് കൊടുത്തു. എന്നിട്ട് അതുപോലെ പതുക്കെ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെയൊക്കെ കൂടെ കിട്ടുന്ന ആ ഒരു കരണ്ടി ഉണ്ടല്ലോ, മരത്തിൻ്റെ തവി, അത് വെച്ചിട്ട് ഇളക്കി കൊടുത്താലും മതി കേട്ടോ. സ്പൂണൊക്കെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ സ്പൂണിലൊക്കെ അങ്ങോട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കും. അപ്പോൾ പകുതി മാവ് അതിൽ തന്നെ പോവും. അപ്പോൾ അത് വെച്ച് ഇളക്കാണ്ടിരിക്കുക. എന്തായാലും ആ ഒരു കരണ്ടി ഇല്ലാത്ത വീടുണ്ടാവില്ല അല്ലേ, അത് വെച്ചിട്ടാണ്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് കുറച്ച് കുറച്ച് ഇട്ടിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കണത്. കുത്തി ഇളക്കരുത്, പതുക്കെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ കട്ടയൊന്നും പിടിക്കാണ്ട് കിട്ടും കേട്ടോ. ഇനി അതുപോലെ ഇളക്കിയതിന് ശേഷം ഇത് പാത്രത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. നേരത്തെ റെഡിയാക്കി വെച്ച കേക്ക് ടിന്നിലേക്ക് ഇതാണ്ട് ഒഴിച്ച് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. എന്നിട്ട് ഒരു കോലോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം, അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമുക്കൊരു റിബൺ കൺസിസ്റ്റൻസിയിൽ കിട്ടുമെന്നൊക്കെ പറയും. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അളവിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അളവ് കൺസിസ്റ്റൻസി തന്നെ കിട്ടും കേട്ടോ മാവ്. അപ്പോൾ ഇനി മിക്സിയുടെ ജാറിൽ അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ കിട്ടുമെന്നൊന്നും വിചാരിക്കേണ്ട, എല്ലാവർക്കും ഒരേപോലെ തന്നെ മാവ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇനി ബീറ്റർ ഇല്ലാത്തവർ ഉണ്ടാക്കാൻ പഠിച്ചൊന്നും നിൽക്കണ്ട, മിക്സിയുടെ ജാറിൽ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ, ഒരു ഫോൾട്ടും പറ്റില്ല കേട്ടോ. ഞാൻ ഗ്യാരൻറ്റിയാണ്, ഞാൻ ഒരുപാട് തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഉണ്ടാക്കുന്നതിൽ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, എന്നാലും ഉണ്ടാക്കിയിട്ട് ഈ ഒരു പരുവത്തിലായതാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല മിക്സിയുടെ ജാറിലൊന്നും, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തും കൂടെ കൊടുക്കണം. എന്നിട്ട് നമ്മൾ ചൂടായിട്ടിരിക്കുന്ന ആ പാത്രത്തിലേക്ക് ഇതങ്ങോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. പ്രീ ഹീറ്റ് ചെയ്യണതിന് മുമ്പ് അടച്ച് വെക്കാൻ മറക്കരുത് കേട്ടോ. അടപ്പുള്ള ഒരു പാത്രത്തിൽ മാത്രമാണ് കേക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം, എന്നിട്ട് മാത്രം കേട്ടോ ഈ മിക്സിങ്ങിന് നിൽക്കാൻ പറ്റൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ഈ മാവ് മിക്സിങ്ങിന് നിൽക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പാത്രം തപ്പിപ്പിടിച്ച് പോകുമ്പോഴേക്കും ഈ നമ്മുടെ പൊങ്ങി വന്ന മാവൊക്കെ അങ്ങോട്ട് താഴ്ന്നു പോയിട്ടുണ്ടാവും കേട്ടോ. കുറച്ച് നേരമൊക്കെ ഇരിക്കും, എന്നാലും എല്ലാം ചെയ്ത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടുമല്ലോ. അപ്പോൾ അതായത് ഒരു 25 മിനിറ്റിന് ശേഷമാണ് കേട്ടോ ഞാൻ തുറന്ന് നോക്കുന്നത്. നല്ല മണം വന്നിട്ടുണ്ടായിരുന്നു പുറത്തേക്ക്. അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ കേക്ക് ഇതുപോലെ നല്ല രീതിക്ക് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ചത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായോ? നല്ല പോലെ ഹൈറ്റിൽ നമുക്ക് കേക്ക് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൈഡിലും കൂടെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ എത്രത്തോളം ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടോ അത്രത്തോളം കേക്ക് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അപ്പം തന്നെ എടുത്ത് മാറ്റണം. ഇനി ആ ചൂടിൽ അങ്ങനെ വെക്കരുത്. ചൂടാറിയതിന് ശേഷം മാത്രം കേക്ക് ടിന്നിൽ നിന്ന് ഇതുപോലെ മാറ്റിയെടുക്കുക കേട്ടോ. ഞാനിത് പിറ്റേ ദിവസമാണ് ഇതിൻ്റെ ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്യണത്. അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ചൂടാറിയതിന് ശേഷം മാത്രമാണ് അത് മുറിച്ച് മാറ്റേണ്ടത് കേട്ടോ. 3 ലെയറായിട്ടാണ് ഞാൻ മുറിച്ച് മാറ്റിയിട്ടുള്ളത്. അതിന് മുമ്പ് ഞാൻ ക്രീം ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. ക്രീം 1.5 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ തലേ ദിവസം തന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഷുഗർ സിറപ്പിന് 1 കപ്പ് വെള്ളത്തേക്ക് നമ്മൾ മൈദ അളന്നെടുത്ത അതേ കപ്പിൽ 1 കപ്പ് വെള്ളം, അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 2 പട്ടയുടെ കഷ്ണം അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിക്ക് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ. അതുകൊണ്ടാണ് വെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു ലെയർ വെച്ച് കൊടുത്തു. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് കേക്കാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റ് ചോക്ലേറ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് രണ്ടാമത്തെ ലെയറും അതുപോലെ വെച്ച് കൊടുത്തു. അതുപോലെ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ എല്ലാ വീഡിയോ എടുത്തിട്ടില്ല, അത് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ലോങ് ആവും നമ്മുടെ വീഡിയോ, അതുകൊണ്ടാണ് കേട്ടോ. ഇത് അത്യാവശ്യം നമ്മൾ കേക്ക് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ നല്ല ഹൈറ്റിൽ തന്നെ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറിയിരിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തോ കേട്ടോ. നല്ല രീതിക്ക് തന്നെ നമുക്ക് സൂപ്പർ ടേസ്റ്റിലുള്ള കേക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയണേ. ഉണ്ടാക്കാൻ അറിയാത്തവർ ഒട്ടും വിഷമിച്ചിരിക്കേണ്ട, ഇതുപോലെ തന്നെ ഉണ്ടാക്കിക്കോട്ടോ. നല്ല ടേസ്റ്റി കേക്ക് കിട്ടും. അപ്പോൾ അത്രയും